ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാർ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു. കുടുങ്ങിക്കിടന്ന 286 ടൂറിസ്റ്റുകളെയും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ഒടുവിൽ പൂർത്തിയായി. ആർക്കും പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു, ഏത് രീതിയിലായിരുന്നു ഓപ്പറേഷൻ? പ്രജിൻ, കരസേനയും അതുപോലെ തന്നെ CRPF-ഉം NDRF-ഉം SDRF-ഉം ജമ്മു കശ്മീർ പോലീസും ഉൾപ്പെടെ സംയുക്തമായി നടത്തിയ ഒരു രക്ഷാദൌത്യത്തിനൊടുവിലാണ് 300-നടുത്ത് വരുന്ന വിനോദസഞ്ചാരികളെ മുഴുവൻ രക്ഷപ്പെടുത്തി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തിലേക്ക് മാറ്റാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ള കാര്യം ജമ്മു കശ്മീർ പോലീസ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, രാത്രി 8 മണിയോടെയാണ് അവസാനത്തെ കേബിൾ കാറിലെ അവസാനത്തെ ക്യാബിനിൽ നിന്നും ആളുകളെ പുറത്തിറക്കിയത്. ഏകദേശം 6 മണിക്കൂർ നീണ്ടു നിന്നിട്ടുണ്ട് ഈ ഒരു പ്രവർത്തനം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ജമ്മു കശ്മീർ DGPയും അതുപോലെ തന്നെ ജമ്മു കശ്മീരിന്റെ ഉപമുഖ്യമന്ത്രിയും ഈ ഒരു സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നേരിട്ട് വിലയിരുത്താൻ എത്തിയിരുന്നു. മാത്രമല്ല, അടുത്ത ദിവസം തന്നെ എന്താണ് സംഭവിച്ചത്, ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയ്ക്ക് കൈമാറും എന്നുള്ള കാര്യം കൂടി എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ കേബിൾ കാർ പ്രവർത്തനം പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. അതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് കുടുങ്ങിപ്പോയത്. ആർക്കും പരിക്കുകളില്ല. എല്ലാവരെയും സുരക്ഷിതമായി കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.